പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയ പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. ഗസയെ പൂർണ്ണമായും പിടിച്ചെടുക്കുവാൻ ഇസ്രായേലിൻ്റെ യുദ്ധകാര്യ ക്യാബിനറ്റ് ഇസ്രായേലി സൈന്യത്തിന് നിർദ്ദേശം നൽകിയെന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ ഇസ്രായേലി മാധ്യമങ്ങൾ സംരക്ഷണം ചെയ്യുന്ന സമയമാണിത്. പ്രത്യേകിച്ചും ഇസ്രായേലിൻ്റെ 5 ബറ്റാലിയൻ സൈനികരെ അധികമായിട്ട് ഇപ്പോൾ ഗസയിലോട്ട് കടത്തിവിടുന്നു ഇസ്രായേൽ എന്ന വാർത്ത മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. 3 കാര്യങ്ങളാണ് ഇസ്രായേൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നു. 1, ബന്ദികളുടെ പൂർണ്ണമായ മോചനം. 2, ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കൽ. 3, ഗസയുടെ നിയന്ത്രണം ഹമാസിൻ്റെയും ഫലസ്തീൻ അതോറിറ്റിയുടെയും കയ്യിലല്ലാതെ മൂന്നാമതൊരു ആളെ ഏൽപ്പിക്കുക. ഒന്നുകിൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതെങ്കിലും രാഷ്ട്രത്തെ ഏൽപ്പിക്കുക എന്നൊക്കെ രീതിയിലാണ് ഇസ്രായേലിൻ്റെ മോഹങ്ങൾ എന്ന രീതിയിൽ വാർത്തകൾ വരികയാണ്. അത് എത്രത്തോളം പ്രായോഗികമാണ്, എത്രത്തോളം നടപ്പാക്കപ്പെടും എന്ന കാര്യത്തിലൊക്കെ വലിയ സംശയങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഇസ്രായേലിൻ്റെ അകത്തു നിന്ന് തന്നെ ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഇസ്രായേലിലെ രാഷ്ട്രീയ പ്രമുഖരും ഇസ്രായേലിൻ്റെ സൈനിക നേതൃത്വവുമൊക്കെ ഈ ഗസയിലോട്ട് ഇസ്രായേലി സൈന്യത്തെ കൂടുതൽ അയക്കുവാനുള്ള ഒരു ഇസ്രായേലി ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തെ ആത്മഹത്യാപരം എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നുണ്ട്. ചെന്ന് കയറിക്കൊടുക്ക് എന്ന് പറയുന്നത് പോലെയാണ് ചില ഇസ്രായേലികളുടെ പ്രതികരണം. പ്രത്യേകിച്ചും ഇസ്രായേലി പ്രതിരോധ സേനയുടെ IDF മേധാവിയായ ഇയാൻ ഷമീർ പറയുന്നത് ഈ നടപടി ആത്മഹത്യാപരം തന്നെ ആയിരിക്കുമെന്നാണ്. ഹമാസിൻ്റെ കെണി എന്നാണ് അദ്ദേഹം ഈ നടപടിയെ വിശേഷിപ്പിക്കുന്നത്. അതായത് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി ഗസയിലോട്ട് ഇപ്പോൾ കടന്നു ചെന്നതിനേക്കാൾ കൂടുതൽ ഉള്ളിലോട്ട് കടന്നു ചെന്ന് അവിടെ നിന്ന് ഹമാസ് പോരാളികളെ കീഴടക്കുവാനുള്ള ശ്രമം ഇസ്രായേലിനെ സംബന്ധിച്ച് ആത്മഹത്യാപരം, ഹമാസിൻ്റെ കെണി എന്ന രീതിയിലാണ് ഇസ്രായേലി പ്രതിരോധ സേനയുടെ നേതാവ് IDF മേധാവി ഇയാൻ ഷമീറിൻ്റെ പ്രസ്താവന ഉണ്ടാകുന്നത് എന്നത് വലിയ അർത്ഥത്തിൽ തന്നെ ഇസ്രായേലി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സമയം കൂടിയാണിത്. എന്തായാലും ഇസ്രായേൽ നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിൽ ഇസ്രായേലിലെ ജനങ്ങൾക്കും ഈ നടപടിയോട് വലിയ അഭിപ്രായമൊന്നുമില്ല. അവർ ഇതിനെ എതിർക്കുന്നുണ്ട്. അവർ പറയുന്നത് എത്രയും പെട്ടെന്ന് ബന്ദികളെ മോചിപ്പിക്കുക, വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുക, ഗസയിലോട്ട് കടന്നു കയറി വീണ്ടും രാജ്യത്തിൻ്റെ ഭാവി അപകടത്തിലാക്കരുത് എന്ന് ഇസ്രായേലിലെ ജനങ്ങൾ തന്നെ ഇസ്രായേലി ഗവൺമെൻറ്റിന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹുവും തീവ്ര സയനിസ്റ്റ് മന്ത്രിമാരും ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഗസയിലോട്ട് സൈന്യത്തെ അയക്കുവാൻ എന്ന രീതിയിൽ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യുന്ന ഒരു നിമിഷമാണിത്. ഗസ സിറ്റിയെ ആദ്യം പിടിച്ചെടുക്കുക, അവിടെ 8 ലക്ഷം ആളുകളുണ്ട്, അവരെ പൂർണ്ണമായും കുടിയൊഴിപ്പിക്കുക എന്ന ഒരു നിർദ്ദേശമായിരിക്കും ഇസ്രായേലി സൈന്യം ആദ്യം അംഗീകരിക്കുക. അതായത് ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗസ സിറ്റിയെ പിടിച്ചെടുക്കുക എന്നതും അവിടെയുള്ള 8 ലക്ഷം ആളുകളെ അവിടെ നിന്ന് മാറ്റുക എന്നതുമായിരിക്കും. ഒരു ഹ്യൂമനിറ്റേറിയൻ നഗരം ഇസ്രായേൽ സ്ഥാപിക്കുന്നുണ്ട്, അവിടത്തേക്ക് മാറ്റിപ്പാർപ്പിക്കും എന്നാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ന്യായീകരണം. ഇത് എത്രത്തോളം പ്രായോഗികമാകും എന്ന കാര്യത്തിലൊക്കെ സംശയമുണ്ട് എന്നതും വലിയൊരു നിഗമനമായ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ചയാണ്. എന്തായാലും ഗസ മറ്റൊരു വിയറ്റ്നാമാകുമെന്ന രീതിയിലുള്ള ചർച്ചകൾ വരികയാണ്. വിയറ്റ്നാമിൽ അമേരിക്ക പരാജയപ്പെട്ടതുപോലെ ഗസയിൽ ഒരു പൂർണ്ണ ഇസ്രായേലി പരാജയം ഉണ്ടാകും എന്ന രീതിയിലുള്ള നിഗമനങ്ങളൊക്കെ അന്തർദേശീയ യുദ്ധ വിദഗ്ധരുടെ ഇടയിൽ നിന്ന് വരുന്ന ഒരു നിമിഷം കൂടിയാണിത്. പ്രത്യേകിച്ചും ഇസ്രായേലി സൈന്യത്തിൻ്റെ നിഗമനം എന്ന് പറയുന്നത് ബന്ദികളെ പാർപ്പിച്ചിരിക്കുന്നത് മധ്യ ഗസയിലാണ്. അവിടത്തേക്ക് ഇസ്രായേലി സൈന്യത്തിൻ്റെ ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല, അവിടേക്ക് ഇസ്രായേൽ സൈന്യം ലക്ഷ്യമാക്കിയിട്ടില്ല. പക്ഷേ ഇനിയുള്ള തുടർ ദിവസങ്ങളിൽ അവിടേക്ക് ഇസ്രായേലി സൈന്യം കൂടുതൽ ശക്തമായി കടന്നു കയറും എന്ന രീതിയിലാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ അത് ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കിയേക്കാം, ഒപ്പം ഇസ്രായേലി സൈന്യത്തിൻ്റെയും എന്ന നിഗമനത്തിലാണ് ഇസ്രായേലിലെ മിക്ക മാധ്യമങ്ങളും ഒപ്പം ഇസ്രായേലി പ്രതിരോധ സേനയുടെ നേതൃത്വത്തിലുള്ള IDF മേധാവി ഇയാൻ ഷമീറും വെച്ച് പുലർത്തുന്നത്. കാരണം അവിടെ ഒരുപാട് തുരങ്കങ്ങളുണ്ട്, അവിടേക്ക് കടന്നു ചെല്ലുക എന്നത് ഈ പെട്ടെന്നുള്ള ഒരു ഗറില്ല അറ്റാക്ക് ഹമാസ് നടത്തിയിട്ട് ആ തുരങ്കങ്ങളിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതിന് കാരണമാകും. ആ പെട്ടെന്നുള്ള പ്രഹരങ്ങൾ അതിജീവിക്കാൻ ഒരുപക്ഷെ ഇസ്രായേലി സൈന്യത്തിന് കഴിഞ്ഞേക്കില്ല എന്നൊരു ധാരണ തന്നെയാണ് ഇസ്രായേലിലെ മാധ്യമങ്ങളും അതുപോലെ ഇസ്രായേലി പ്രതിരോധ വിദഗ്ധരും ഒരു ഭാഗവുമൊക്കെ വെച്ച് പുലർത്തുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇസ്രായേലി പ്രതിരോധ സേനയുടെ തലവൻ, ഇവരൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരേ അഭിപ്രായമുള്ള ആളുകളാണ് എന്ന് പറയാം. ടൈംസ് ഓഫ് ഇസ്രായേലും അങ്ങനെ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേലി വിദേശകാര്യമന്ത്രിയും ഇസ്രായേലിൻ്റെ പ്രതിരോധ സേനയുടെ IDF മേധാവി ഇയാൻ ഷമീറും ഒക്കെ ഇങ്ങനെ ഒരു അഭിപ്രായം വെച്ച് പുലർത്തുന്നുണ്ട്. ഇസ്രായേൽ ഹമാസിൻ്റെ കെണിയിലേക്ക് ചെന്നു വീഴരുത് എന്നൊരു നിർദ്ദേശമാണ് അവർ വയ്ക്കുന്നത്. പക്ഷേ തീവ്ര സയനിസ്റ്റ് മനോഭാവമുള്ള മന്ത്രിമാർ, പ്രത്യേകിച്ചും ഇസ്രായേൽ ഗൾസ് അങ്ങനെയുള്ള മന്ത്രിമാർ, മോൺട്രിച്ച്, പിന്നെ
ബെഞ്ചമിൻ നെതന്യാഹു, ഈ 3 ആളുകളും, അതായത് ഇസ്രായേലിൻ്റെ തീവ്ര സയനിസ്റ്റ് മനോഭാവം വെച്ച് പുലർത്തുന്ന പ്രധാനമന്ത്രി ഉൾപ്പെടുന്ന 3 മന്ത്രിമാരാണ് ഇപ്പോൾ ഈ പൂർണ്ണമായും ഇസ്രായേൽ സൈന്യം ഗസയിലോട്ട് കടന്നു കയറണം എന്ന രീതിയിൽ അഭിപ്രായം ഉന്നയിക്കുന്നത്. ജിഡിയൻ സാർ, അതായത് ഇസ്രായേലിൻ്റെ വിദേശകാര്യ മന്ത്രിയും ഇസ്രായേലിൻ്റെ പ്രതിരോധ സേനയുടെ തലവനും ഈ നിർദ്ദേശത്തെ അത് ശ്രദ്ധാപൂർവം ചെയ്യണം, അല്ലെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകും എന്ന ഒരു നിഗമനം നടത്തുന്ന ആളുകളാണ് എന്ന രീതിയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാണ്. മറ്റൊന്ന്, യായർ നെതന്യാഹു, ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മകൻ്റെ ഒരു ആരോപണം IDF മേധാവി ഇയാൻ ഷമീറിനെതിരെ ഉണ്ടാകുന്നു. യായർ നെതന്യാഹു പറയുന്നത് സൈനിക കലാപങ്ങളുടെയും അട്ടിമറികളുടെയും ഒക്കെ ആസൂത്രകനാണ് ഈ ഇയാൻ ഷമീർ എന്നാണ്. അതായത് ഇസ്രായേലിൽ ഒരു അട്ടിമറി, ഒരു സൈനിക കലാപത്തിൻ്റെ മണം വരുന്നുണ്ട് എന്ന രീതിയിൽ യായർ നെതന്യാഹു പ്രതികരിക്കുന്നു. എന്തായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളൊക്കെ വരികയാണ്. പക്ഷേ ഇയാൻ ഷമീർ ഈ ആരോപണം നിഷേധിക്കുകയാണ്. താനൊരു അട്ടിമറിക്കും പോകുന്നില്ല എന്ന രീതിയിലാണ് ഇയാൻ ഷമീറിൻ്റെ ഒരു പ്രതികരണം ഉണ്ടാകുന്നത് എന്ന രീതിയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു നിമിഷം കൂടിയാണ്. ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് ലോകത്തെല്ലായിടത്തും കലാപങ്ങളും അട്ടിമറികളും ഒക്കെ ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. ഇപ്പോൾ ഇസ്രായേലിൽ തന്നെ ഇത്തരം ശ്രമങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മകനാണ്. നമ്മൾ ഈ തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നു എന്നതൊക്കെ പറയുന്നത് പോലെയാണ്. പക്ഷേ മാധ്യമങ്ങളുടെയൊക്കെ റിപ്പോർട്ട് അനുസരിച്ച്, ഇസ്രായേലി മാധ്യമങ്ങളുടെയൊക്കെ വിശകലനം അനുസരിച്ച് യായർ നെതന്യാഹു, ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മകൻ്റെ, അതായത് ഈ സൈനിക കലാപങ്ങൾക്കും അട്ടിമറികൾക്കും പിന്നിൽ ഇസ്രായേലി സേനയുടെ തലവൻ ഇയാൻ ഷമീറാണെന്ന ആരോപണത്തെ ബെഞ്ചമിൻ നെതന്യാഹു പിന്തുണയ്ക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളാണ് മാധ്യമങ്ങൾ നിലനിൽക്കുന്നത്. എന്തായാലും മറ്റൊരു വാർത്തയും ഇതുമായി ബന്ധപ്പെട്ട് വരികയാണ്. ഹൂത്തികൾ അവരുടെ പുതിയ മിസൈലുകൾ പരീക്ഷിച്ചു, സയ്യിദ് എന്ന് പറയുന്ന ക്രൂയിസ് മിസൈൽ പരീക്ഷിച്ചു എന്ന വാർത്തയും മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യുകയാണ്. ഏകദേശം 800 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈൽ 200 കിലോഗ്രാമോളം വാർഹെറ്റ്, അതായത് സ്ഫോടക വസ്തുക്കൾ വഹിക്കുവാൻ കഴിയുന്നതാണ് എന്ന വാർത്തയും ഇതോടനുബന്ധിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. കപ്പലുകളെ ലക്ഷ്യമിട്ട്, ചെങ്കടൽ ലക്ഷ്യമാക്കി വരുന്ന ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള കപ്പലുകളെ ലക്ഷ്യമാക്കിയാണ് ഈ മിസൈലുകൾ പരീക്ഷിച്ചത് എന്ന വാർത്തയും വളരെ പ്രാധാന്യത്തോടെ തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്തായാലും പശ്ചിമേഷ്യയെ സംബന്ധിച്ച് സംഘർഷ സാധ്യത നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ വാർത്തയായി അന്തർദേശീയ മാധ്യമങ്ങളും ഇസ്രായേലി മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇരു സ്ഥലങ്ങളിലും, അതായത് ഗസയിലും ഇസ്രായേലിലും വലിയ മുന്നൊരുക്കങ്ങൾ നടക്കുന്നു എന്നതിനോടൊപ്പം തന്നെ ഇസ്രായേൽ ഗസയിലോട്ട് പൂർണ്ണമായും കടന്നു ചെന്ന് ഹമാസിനെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇസ്രായേലിന് വലിയ തിരിച്ചടി കിട്ടും എന്ന രീതിയിൽ ഇസ്രായേലിലെ പ്രതിരോധ വിദഗ്ധരും അവരുടെ IDFൻ്റെ നേതാവ് തന്നെയും തലവൻ തന്നെയും ഒപ്പം അവരുടെ വിദേശകാര്യമന്ത്രിയും അഭിപ്രായപ്പെടുന്നു എന്ന വലിയൊരു അഭിപ്രായം അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന നിമിഷമാണിത്. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.